മാസ്റ്റർ ബച്ചുടെ അടുത്ത കിണ്ണം കാച്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് നേരെ BR കളിച്ചൊക്കെയല്ലേ. കുറേ നാളെ ഈ വീഡിയോ ഇട്ടിട്ട് ഇത് എക്സാമൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടാം. TL പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ചെക്കം നമുക്കൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കളിക്കാൻ തുടങ്ങാം. എന്തായാലും നമുക്ക് കളിക്കട്ടെ ഗൈസ്. ഇവന് അത്യാവശ്യം നല്ല ടോപ്പപ്പറായി തോന്നുന്നുണ്ട്. നമുക്ക് പിന്നെ അധികം പൈസ ഒന്നും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് നേരെ കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. എനിക്കെല്ലാം കിട്ടിയിട്ട് പിന്നെ ബൂയ മാസ്റ്റർ നമ്മളിൽ 7 years old പ്ലെയർ ഉണ്ട്. നമ്മളിതിൽ ബൂയ അടിക്കാൻ അറിയില്ല. പിന്നെ ഞാൻ പിന്നെ പണ്ടേ നൂബാണ്. കാരണം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല ഫ്രീ ഫയർ ആയിട്ട്. നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അടുത്ത ഇവൻ്റെ എന്തെന്ന് താഴെ കമൻ്റ് ഇടുക. എനിക്കറിയില്ല ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ആകെ ഇത്തിരി സബ്സ്ക്രൈബറുള്ളൂ. ഒന്ന് കൂട്ടിക്കൊണ്ട് ഗൈസ്, പ്ലീസ് ഗൈസ്. എൻ്റെ സബ്സ്ക്രൈബർ ഒന്ന് കൂട്ടിക്കൊണ്ടാണ്. എനിക്കൊരു 100 സബ്സ്ക്രൈബറാക്കിയുണ്ട് ഗൈസ്. ആകെ 20 സംതിങ് ഉള്ളൂ. 21 22 ഉള്ളൂ. പ്ലീസ് നിങ്ങളാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ എനിക്കൊരു കില്ലെങ്കിലും എടുക്കണം, അല്ലെങ്കിൽ നടക്കണില്ല ഗൈസ്. നമുക്കൊരു കില്ലെടുക്കാൻ പോകാം ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഇറങ്ങാം. പിന്നെ റിവർ സൈഡിൽ ഇറങ്ങിയാലോ. അവിടെ ഇറങ്ങിയാൽ തിരുത്തിന് എനിമിനെ കിട്ടും. നമ്മൾ നേരെ റിവർ സൈഡിൽ ഇറങ്ങാൻ പോവാണ്. നമ്മൾ എത്തൂല തോന്നുന്നുണ്ട്. അതിൻ്റെ അടുത്ത് മറ്റേ ടീമിൻ്റെ പറഞ്ഞാൽ മതിയായിരുന്നു. ഓല് എത്തും തോന്നുന്നുണ്ട്. കാരണം ഓല് പിന്നെ ഇറങ്ങിയാൽ തോന്നുന്നു. അതുകൊണ്ടേ പറഞ്ഞല്ലോ ഓല് എത്തുന്നു. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. മേലെ എന്തൊക്കെയോ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ വിഷയമാക്കുന്നില്ല. നമ്മൾ നേരെ കളിക്കാൻ തുടങ്ങണേ. പിന്നെ എൻ്റെ ഗ്രാഫിക്സ് കുറച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ലാഗ്, ഇപ്പം തന്നെ നല്ല ലാഗ് ഉണ്ട്. ഇനി ഗ്രാഫിക്സ് കൂട്ടിയാൽ അതിലാറ് ലാഗ് എടുക്കുക വിചാരിച്ചിട്ട് ഗ്രാഫിക്സ് കുറച്ചിട്ട് ഗൈസ്. അപ്പം നല്ല കളി കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സീറ്റിനോട് കളിക്കാറില്ല. അപ്പോൾ നമ്മൾ ബിസ് എടുത്തു. ഇവിടെ എടുത്ത സാൻഡിനോട്ട് ഇറക്കുന്നുണ്ട്. മേലെ ഉണ്ട് ഓനെ തീർത്തിട്ടേ കാര്യമുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ എൻ്റെ ടീംമേറ്റെങ്കിലും തീർക്കണം അവനെ. നമ്മളത്തെ ഒരു ടീംമേറ്റ് മരിച്ചു ഗൈസ്. ഓനെ കൊന്നു തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. നമുക്ക് ഓനെ മെല്ലെ രക്ഷിക്കാൻ പോയേക്കാം. പക്ഷെ പറ്റുമെന്നറിയില്ല, മേലെ ആരത്തുണ്ടായോണ്ടേ. നമുക്ക് നേരെ പോവാം. വീണ്ടും ഒരു A-സൈറ്റ്. ഇവിടെ A-സൈറ്റ് കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. വേറെ ഗണ്ണൊന്നുമില്ല, എനിക്ക് പറ്റിയ ഗണ്ണൊന്നുമില്ല ഗൈസ്. എന്താ ചെയ്യാം. എന്നാലും നമുക്ക് ഇവിടെ ഏത് ഗണ്ണുണ്ടോ അത് അത്യാവശ്യം അടിപൊളി ഗണ്ണാണ്. ഇത് ഞാൻ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഉള്ളൊരുത്തനെ നമുക്ക് എങ്ങനെയെങ്കിലും കില്ല് ചെയ്യണം ഗൈസ്. മേലെ ഉള്ളൊരുത്തനെ നമുക്ക് മെല്ലെ രക്ഷിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റവനെ രക്ഷിക്കട്ടെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് മരിച്ചവനെ നമ്മൾ നേരെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റവനെ കൊല്ലണം എന്നാണ്. അപ്പം നമുക്ക് മുന്നിൽ കയറി എടുക്കാം. ഓനെ എന്തെങ്കിലും നമ്മളെ വെടിവെക്കോ. പക്ഷെ ഇതൊരിട്ട് വെടിവെക്കുള്ളവും ഇല്ല തോന്നണം. മരിച്ചു തോന്നണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടിക്കേണ്ടതാണ് ഗായ്സ്. അടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം. എത്ര നേരമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ കുറച്ച് ഷോർട്ട് ആയിട്ടായിരിക്കും ഈ വീഡിയോ ഇടാം. നല്ല ടൈം എടുത്തിട്ട് ഇവനെ കിട്ടണ്ടായിരുന്നു. ഇവനെ അടിക്ക് ഇറങ്ങണമില്ല. അതാണ് പ്രശ്നം ഗായ്സ്. ഉണ്ടോ നമുക്ക് കാണില്ലല്ലോ ഗൈസ്. ആദ്യം ചെറിയ തല മുമ്പ് ഉണ്ടല്ലേ. ഇനി കാണാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. മറ്റൊന്ന് ടേക്ക് ഡൗൺ അടിച്ചിപ്പോൾ. ആരെടുത്താൻ ടേക്ക് ഡൗൺ അടിച്ചു. അത് കൊടുത്തവനല്ല. മറ്റും ഇപ്പോഴും മരിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചു ഓനാണ് മറ്റേ TL പ്രാങ്കർ. ഓനാണ് ഫസ്റ്റ് ഇതാക്കിയത്. ഓനെ കൊന്നു വിചാരിച്ചു. പക്ഷെ ഓനല്ല കൊന്നത്. അപ്പം വേറെ ഏത് എനിമീനായിരുന്നു മറ്റോ കൊന്നതാണ്. ഇവനെപ്പോഴും ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നോക്കാം. ഇവനൊന്ന് അടിക്കിറങ്ങുന്നെങ്കിൽ എന്തെങ്കിലും ബൗണ്ടറി ആയിരുന്നല്ലോ. അവൻ എന്തായാലും അടിക്കിറങ്ങേണ്ടി വരും.
പക്ഷെ ഇറങ്ങണില്ല. കുറേ നേരമല്ലോ അവനോട്. ഇപ്പം അടിച്ചിട്ടുണ്ട്. ഇപ്പം അടിച്ചു. ഓനങ്ങനെ കൊന്നിട്ടുണ്ട് ഗൈസ്. നൈസായിട്ട് കൊന്നു ഗൈസ്. അപ്പം എൻ്റെ ടീമേറ്റാണ്. ഓൻ നല്ല പ്രോ ആണെന്ന് വിചാരിച്ച് നമുക്ക് ഞാൻ നേരെ പോയാൽ കൂടെ അടുത്ത് കാർ എന്തെങ്കിലും കിട്ടുമോ നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഉപകാരമാകും. നമുക്ക് എനിമിനും കിട്ടുന്നില്ല. എനിക്ക് ഒരാൾക്കൊരു കില്ല് കിട്ടിയില്ല ഇത്രയും നേരം കളിച്ചിട്ട്. ഇവിടെ അടുത്തൊരു എനിമിനും കാണുന്നില്ല ഗായ്സ്. എന്താ ഇപ്പം ചെയ്യുക? നമുക്ക് എന്തായാലും നേരെ കളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളും കാണില്ല. മഷൂറുണ്ട്. ഇതൊന്നും നല്ല ഗണ്ണുണ്ടോ? ഇല്ല. നല്ല ബാഗ് കിട്ടീന്. AUG ഉണ്ട്. പക്ഷേ നമ്മളടുത്ത് ഓൾറെഡി ഒരു AUG ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ അടുത്ത് എന്തെങ്കിലും കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ലാഭമായിരിക്കൂലേ? ഒരു വിഷ് ലിസ്റ്റ് ഒന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോകാം. ലൊക്കേഷൻ ഒക്കെ ഇടാം. നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് ഗൈസ് എന്താ അവിടെ ഒരു ഹോഴ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് അതിൽ പോവാം. കുതിരയെ പിടിച്ചിങ്ങനെ പോവാം. അങ്ങനെയാണ് സുഖത്തിലെത്തും വിചാരിക്കണേ. നല്ല സുഖത്തിൽ നമുക്ക് കയറി പെട്ടെന്ന് പോവാട്ടെ ഗൈസ്. അല്ലെങ്കിൽ തന്നെ ടൈമില്ല. എനിക്കൊരു കില്ലും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ അടുത്ത് എവിടെ എനിമി ഇല്ലല്ലോ ഗൈസ്. ഇവിടെ അടുത്ത് ആരും കാണുന്നില്ലല്ലോ. ഉണ്ട്. ഇവിടെ ഒരു പാരഷൂട്ടിലുണ്ട്. പാരഷൂട്ടിൽ ആ ചിഹ്നെല്ലാം എടുത്തുണ്ട്. അവിടെ വേറെ എനിമിനെ അടിക്കണം ഗൈസ്. ഇവനെ കൊന്നിട്ടെന്ന കാര്യമുള്ളൂ. ഒരു കില്ല് ഇവനായിട്ടെങ്കിലും കിട്ടണം. ഇവനെ അടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ മരിക്കുക കാണിച്ചിട്ട്. കാരണം എനിക്ക് ഡാമേജ് വെച്ചില്ല. ഓക്കെ നമുക്ക് അവനെ കൊല്ലം സുഖമായിട്ട് അത് കേട്ടാ നമ്മൾ കൊന്നു. അത്രേ ഉള്ളൂ. കൊല്ല് ഇപ്പം ഓക്കെ. ഇപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. അപ്പോൾ നമ്മൾ കില്ലെടുത്ത് ഗൈസ്. ഞാൻ വേറെ എനിമൊന്നും വരാതെ മതി. ഒക്കെ എന്തായാലും എൻ്റെ ലൂട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. ബെഡൊക്കെ അടിക്കാം. എന്താ ഗൈസ് ഇനി വേറെ എനിമി കൊല്ലണം. ആ പാരഷൂട്ടിൻ്റെ അവിടെ ഇല്ലാതെ എനിമിനെയും കൂടി കൊല്ലണം ഗൈസ്. അത് വേറെ എനിമി കൂടി ഇനി അടിക്കണം. എന്ത് കഷ്ടമാണ്. എന്തായാലും എനിക്ക് ഞാൻ മരിക്കും തോന്നുന്നു. കാരണം ഒന്നാമത്തേക്ക് ലൈഫില്ല. എനിക്ക് ചാടാനും പറ്റില്ല. ഇപ്പം അതിന് മേലെ ഇങ്ങോട്ട് ഇറങ്ങും. ഗ്ലോവാളിട്ടേക്ക. അവിടെ പറഞ്ഞു മരിക്കണില്ലല്ലോ ഗൈസ്. എൻ്റെ ടീമേറ്റ് ഒന്നും ഇങ്ങോട്ട് അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത്. ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കായി ഗൈസ്. ഇത് കഷ്ടം. ഒരു കുത്തിപ്പിടിയനാണത്. ഇപ്പം അത്യാവശ്യത്തിന് പ്രോവാ തോന്നുന്നുണ്ട് ഗൈസ്. നമുക്കെന്തായാലും നമ്മളെന്തായാലും മരിച്ചു. ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവൻ പെട്ടെന്ന് മരിക്കുമോ ഇല്ലല്ലോ. നമുക്ക് പൂയി അടിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രക്ഷിച്ചാൽ തീരുന്നു. നല്ല പ്രോവായി ഇവനാ തോന്നുന്നുണ്ട്. ഇവന് മറ്റേ എനിമിനെ കൊന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇവൻ മരിക്കുന്ന എൻ്റെ ഇത് പറയണം. കാരണം ഒന്നാമത് 2 എനിമിൻ്റെ തോന്നുന്നുണ്ട് എനിക്ക്. ചിലപ്പോൾ 3 ഉണ്ടാവും കേട്ടോ. ഞാൻ മുമ്പ് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരാൾ മാത്രമേ കൊന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവന് മേലെ കയറണ ചണ്ടിക്കളി കളിക്കണേ. മേലെ കയറി തമ്പടിക്കണത് തീരെ ഇഷ്ടമല്ല. ഇവനെന്താ ചെയ്യണം? ഇവനെന്തോ ചാടാൻ നോക്കണേ. ചാടാൻ പറ്റില്ല. എന്താ കാരണം എനിക്കറിയില്ല. ചാടാൻ പറ്റുന്നുണ്ട്. അവൻ ത്രിബിൾ അടിച്ചു ഗൈസ്. ഇവിടെ അവനെ ആരും അടിക്കുന്നുണ്ട്. ആകെ ഒരു എനിമി ഉള്ളു തോന്നണേ. മറ്റവൻ്റെ അകത്താണെങ്കിൽ ഗ്ലൂ ആൾട്ടത്. ഇവനാണെങ്കിൽ നല്ല കില്ലെടുത്തണല്ലോ. ഇന്ന് 3 കില്ലെടുത്തണ്. ഇവനൊക്കെ അത്യാവശ്യം കളിക്കണ ഗൈസ്. ഞാൻ മാത്രമേ ഉള്ളൂ നന്നായിട്ട് കളിക്കാത്ത ഒരാൾ. ഇവനടിക്കോ? ഇല്ല ഇവൻ മരിക്കും തോന്നണില്ല. കുഴപ്പമില്ല. മരിക്കിപ്പോൾ അവന് നോക്കി. ഇനി ഒരു 2 ആൾക്കാർ ഇവനെങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞാൽ കൊല്ലണം. അല്ലെങ്കിൽ നമുക്ക് ടീം വൈപ്പൗട്ട് അടിച്ചു ഗൈസ്. ടീം വൈപ്പൗട്ട് മതി. മറ്റവനെ നോക്കുകയാണെങ്കിൽ റൈക്ക പൊട്ടാന്നോ അങ്ങനെന്തോ പേര്. ഓനെന്തോ കാര്യം കണ്ടിട്ടുണ്ട്. ബോണ്ടറി വരെ വന്നു. ഓനെന്തോ നോക്കിക്കാണ്. പൊട്ടന്മാരാണ് ഇവന്. ഇവൻ കുറച്ച് പൊട്ടത്രയും കാട്ടുന്നുണ്ട്. എന്നാലും അത്യാവശ്യം ഉണ്ട്. ഇവന് ഈ കില്ലൊക്കെ ഗൈസ്. ഇവനാണ് തോന്നുന്നുണ്ട് 7 years old. ഞാൻ പിന്നെ 1 വർഷം ആവണുള്ളൂ കളിക്കാൻ. 1 വർഷമല്ല 2 മാസം 3 മാസമൊക്കെ ആയിട്ടുള്ളൂ ഫ്രീ ഫയർ കളിച്ചിട്ട്. ഇവൻ നന്നായിട്ട് കളിക്കുന്നു ഗൈസ്. അങ്ങനെ ഈ വർഷത്തിൽ കളിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വയസ്സുണ്ടാവും. പിന്നെ ഞാൻ ചെറുപ്പക്കാരനല്ലേ.
എന്താ ചെയ്യാം, നമ്മളെങ്ങനെയെങ്കിലും പോയി അടിച്ചാൽ മതിയായിരുന്നു. ഇനി 2 ആൾക്കാരേ ഉള്ളൂ. ആ ടെസ്റ്റിന് കളിക്കുന്നു ഇവന്. ഇവൻ്റെ കോസ്റ്റ്യൂമിങ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. എന്താ ഒരു ബൂയ ഇട്ടിരുന്ന പൊളിയായിരുന്നു. ഒരു ബൂയ ഇട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഞാൻ കളിച്ച് തീർക്കാം. നമുക്ക് കിട്ടാറില്ല ഗൈസ്. ഇപ്പോൾ സംശയമാണ്. മറ്റേ ന്യൂബാണ്. ഇപ്പോൾ അത്യാവശ്യത്തിന് കളിക്കണോണ്ട് മറ്റേ ന്യൂബുമാണ്. ഇവിടെ മേലൊരു എനിമി ഉണ്ട് തോന്നുന്നുണ്ട്. ഗ്ലൂ വാൾ ടച്ചിന് അയാൾക്ക് പോയിരുന്നു കളിക്കുന്നത്. ചിലപ്പോൾ പിന്നെ ടീമേറ്റും വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. എന്താ ഗൈസ്, അവൻ്റെ ഗ്ലൂ വാൾ പൊട്ടിക്കണില്ലല്ലോ. അവനുള്ളിൽ കയറിയില്ല. എന്താ മറ്റവൻ്റെ അടുത്ത് നല്ലൊരു എനിമി ഒന്നുണ്ട്. അങ്ങനെയെങ്കിലും കൊല്ലണം. കൊന്നില്ലെങ്കിൽ അവൻ മൂച്ചു. കളി മൂച്ചു. അത് കുഴപ്പമില്ല. അവൻ ഓക്കെ ആക്കിയാണ്. ഓക്കെ, അവിടെ അവനങ്ങനെ 9 കില്ല് ഗായ്സ്. 9. ഇനി ഇവൻ മാത്രമേ ഉള്ളൂ ഗായ്സ്. ഇനി ബൂയ അടിക്കാൻ 10 ചാൻസ് ഉള്ളൂ. ഇനി 6 ആൾക്കാർ ഉണ്ട്. 5 ലീവ് സുഖത്തിലടിക്കാം ഗായ്സ്. പ്ലീസ് എങ്ങനെയെങ്കിലും ഇവനെ ബൂയ അടിച്ചാൽ മതിയായിരുന്നു ഗായ്സ്. ബൂയ അടിക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ബൂയ അടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇവരുടെ കളി കണ്ടിട്ടോ 9 കില്ലൊക്കെയാണ് എടുത്തത് ഗായ്സ്. പിന്നെ നിങ്ങൾ UID അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗായ്സ്. നമ്മളെ ഗിൽ ടെസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ സുഖമായിട്ട് തോറ്റ് ഗായ്സ്. അവസാനത്തെ ടീമായിരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.